12 അപ്പോസ്തലന്മാർ എങ്ങനെയാണ് മരിച്ചത്, എവിടെയാണ് മരിച്ചത് എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വെൽക്കം ടു ബൈബിൾ ഫാക്ട്സ്. ഓരോ അപ്പോസ്തലന്മാരും എങ്ങനെ മരിച്ചു എന്ന് ബൈബിൾ പറയുന്നില്ല. ബൈബിളിൽ 2 അപ്പോസ്തലന്മാരുടെ മരണം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനാൽ 12 അപ്പോസ്തലന്മാർ എങ്ങനെ മരിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ മറ്റ് അപ്പോസ്തലന്മാരുടെ ചരിത്രപരമായ പാരമ്പര്യപരമായ വിവരണങ്ങളെ നാം ആശ്രയിക്കേണ്ടതുണ്ട്. 3 സുവിശേഷങ്ങളിലും പ്രവർത്തികളുടെ പുസ്തകത്തിലും അവതരിപ്പിക്കുന്ന അപ്പോസ്തലന്മാർ ആരാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമൻ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബേദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലമായി, തോമസ്, ചുങ്കക്കാരൻ മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്, തദായി, എരിവുകാരനായ ശീമോൻ, യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂദ എന്നിവരാണ് കർത്താവായ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത തൻ്റെ 12 അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാരെ 3 ഗണങ്ങളായി തരംതിരിക്കാം. ഇതിൽ 4 അപ്പോസ്തലന്മാരുടെ ആദ്യ സംഘം യേശുവിൻ്റെ ആന്തരികമായ ഗ്രൂപ്പായിരുന്നു, ഇന്നർ സർക്കിൾ ആയിരുന്നു. ഇതിൽ ഉൾപ്പെട്ടിരുന്നത് പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരായിരുന്നു. യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച് അധികം താമസിയാതെ അവർ തൻ്റെ അനുയായികളായി തീർന്നു. അവർ യേശുവിനെ വാഗ്ദത്ത മശിഹയായാണ് വിശ്വസിച്ചിരുന്നത്. 3 പ്രാവശ്യം യേശു അവരോട് തന്നെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യമായി അവർ വിശ്വസിച്ചതിന് ശേഷം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ 1 അധ്യായം അതിൻ്റെ 35 വാക്യത്തിലും, 2 പ്രാവശ്യം അവർ മീൻ പിടിക്കുമ്പോഴും, മാർക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായം അതിൻ്റെ 14 വാക്യത്തിലും, 3-ാമത്തേത് മറ്റൊരു മീൻപിടുത്തത്തിന് ശേഷവും സംഭവിച്ചു. ലൂക്കോസ് 5 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ അവസരത്തിൽ അവർ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോഴും രൂപാന്തരീകരണ മലയിൽ തന്നോടൊപ്പം 3 പേരിൽ കുറയാതെ അപ്പോസ്തലന്മാർ ഉണ്ടായിരുന്നു. ഒലിവുമലയിൽ 4 പേരോടും യേശു സ്വകാര്യമായി ചോദ്യങ്ങൾ ചോദിച്ചു. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഈ 4 പേരും യേശുവിൻ്റെ ആന്തരിക സംഘത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്. ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതിൽ 3 തനിക്ക് വേണ്ടി ഉണർന്നിരിക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ടു. തൻ്റെ അമ്മയെ പരിചരിക്കുവാൻ യേശു ആവശ്യപ്പെട്ടത് ഈ ഗണത്തിലെ ശിഷ്യനായ യോഹന്നാനോടാണ്. എല്ലാ അപ്പോസ്തലന്മാരും എങ്ങനെ മരിച്ചു എന്ന് ബൈബിൾ രേഖപ്പെടുത്താത്തതിനാൽ അവരിൽ ചിലർ എങ്ങനെ മരിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയുകയില്ല. അതിനാൽ പാരമ്പര്യം എന്ന് പറയുന്നു എന്ന് നോക്കേണ്ടതുണ്ട്. പക്ഷേ ചില അപ്പോസ്തലന്മാർ എങ്ങനെ മരിച്ചു എന്നതിനെക്കുറിച്ച് 1-ലധികം വൈരുദ്ധ്യങ്ങളുള്ള പാരമ്പര്യങ്ങളുമുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അതിനാൽ ഏതാണ് ശരി എന്ന് ഉറപ്പിച്ച് പറയുവാനും സാധിക്കുന്നതല്ല. എന്നാൽ അവർ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി എന്ന് സംശയം കൂടാതെ പറയാം. അതിലാദ്യത്തേത്, പത്രോസ് ശ്ലീഹ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന്, ദൈവത്തിനായി മരണപ്പെട്ടതെന്ന് നോക്കാം. നീറോ ക്രിസ്ത്യാനികളെ പിടികൂടുന്നതിനിടയിൽ AD 64-68 കാലഘട്ടത്തിൽ പത്രോസ് മരിച്ചു എന്നും ഒരു ക്രൂശിൽ തന്നെ തലകീഴായി ക്രൂശിച്ചു എന്നും പാരമ്പര്യം അവകാശപ്പെടുന്നു. ഈ വസ്തുത എന്തു തന്നെയായിരുന്നാലും കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ 21 അധ്യായം 18-19 വാക്യങ്ങളിൽ തനിക്ക് വേണ്ടി പത്രോസ് രക്തസാക്ഷിയാകും എന്ന് പ്രവചിച്ചിരുന്നു. അത് നിവർത്തിയായി. 2-ാമത്തേത് അപ്പോസ്തലനായ അന്ത്രയോസിൻ്റെതാണ്. ഇന്ന് നാം സെയിന്റ് ആൻഡ്രൂസ് ക്രോസ്, അന്ത്രയോസിന്റെ കുരിശ് എന്ന് വിളിക്കുന്ന ക്രൂശിലാണ് അന്ത്രയോസ് ക്രൂശിക്കപ്പെട്ടത് എന്ന് പാരമ്പര്യം അവകാശപ്പെടുന്നു. ഈ കുരിശ് X ആകൃതിയിൽ ആയിരുന്നു എന്നും അവനെ ക്രൂശിൽ തറച്ചല്ല കെട്ടിയിട്ടു എന്നും മരിക്കുന്നതിന് കുറച്ച് ദിവസം എടുത്തു എന്നും താൻ ക്രൂശിൽ മരണം കാത്ത് കിടക്കുമ്പോഴും കർത്താവിനെ പ്രസംഗിച്ചു എന്നും പാരമ്പര്യം അവകാശപ്പെടുന്നു. 3-ാമത്തേത് യാക്കോബിൻ്റേതാണ്. അപ്പോസ്തലനായ യാക്കോബിനെ
AD 44 ക്രിസ്ത്യാനികൾക്ക് എതിരെ ഒരു പുതിയ പീഡനത്തിന് തുടക്കമിട്ട ഹെരോദാവ് ഒന്നാമൻ രാജാവ് ശിരച്ഛേദം ചെയ്തതിനെ തുടർന്ന് മരിച്ചു. ഈ വസ്തുത പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 12 അപ്പോസ്തലന്മാരിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു ഇദ്ദേഹം. യോഹന്നാൻ മോചിതനാകുന്നതിന് മുൻപ് പത്മോസ് ദ്വീപിലായിരുന്നു. എഫസോസിലേക്ക് പോയി അവിടെ അദ്ദേഹം മരിക്കുകയായിരുന്നു. ഈ കാലഘട്ടം ഏകദേശം AD 100-105 അടുത്തതായിരുന്നു. അദ്ദേഹത്തിൻ്റേത് സ്വാഭാവികമായ മരണമായിരുന്നു. 4 അപ്പോസ്തലന്മാരടങ്ങുന്ന രണ്ടാമത്തെ ശ്രേണിയിൽ ഫിലിപ്പോസ്, ബർത്തലമായി, തോമസ്, മത്തായി എന്നിവരടങ്ങുന്ന ഗണമായിരുന്നു. തോമസിനും മത്തായിക്കും വിശകലനം ചെയ്യുവാനുള്ള ബുദ്ധി വൈഭവമുള്ളവരാണ്. അതുകൊണ്ടാണ് തോമസ് യേശുവിനെ കണ്ടപ്പോൾ സംശയിച്ചതും മാറിൽ തൊട്ടു നോക്കുവാൻ അനുവാദം ചോദിച്ചതും. റോമൻ സാമ്രാജ്യത്തിന്റെ നികുതി പിരിവുകാരനായിരുന്നു മത്തായി. പത്രോസും അന്ത്രയോസും ജെയിംസും യോഹന്നാനും വിശ്വസിച്ച അതേ വിശ്വാസം തന്നെയാണ് ഫിലിപ്പോസും ബർത്തലമായും വിശ്വസിച്ചത് എന്ന് യോഹന്നാൻ 1-ാം അധ്യായം 35 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ബർത്തലമായി നഥനയേൽ എന്നും അറിയപ്പെടുന്നു. ഇതിൽ അപ്പോസ്തലനായ ഫിലിപ്പിനെ AD 80 തുർക്കിയിലെ ഹിരാപ്പോളയിൽ തൂക്കിക്കൊന്നു എന്ന് പാരമ്പര്യം പറയുന്നു. അർമേനിയയിൽ ബർത്തലമായി അഥവാ നഥനയേൽ ശുശ്രൂഷിച്ചതായും ഇന്ത്യയിൽ കത്തികൊണ്ട് തൊലിയുരിച്ചു കൊന്നതായും പാരമ്പര്യം പറയുന്നു. മത്തായി എത്യോപ്യയിൽ രക്തസാക്ഷിയായി മരിച്ചു എന്ന് കരുതപ്പെടുന്നു. എന്നാൽ ചില പാരമ്പര്യങ്ങളിൽ അദ്ദേഹം രക്തസാക്ഷിയായിട്ടില്ല എന്നും വാദിക്കുന്നുണ്ട്. തോമസ് ഇന്ത്യയിൽ രക്തസാക്ഷിയായി തീർന്നുവെന്ന് പാരമ്പര്യം പറയുന്നു. 4 അപ്പോസ്തലന്മാരടങ്ങുന്ന മൂന്നാമത്തെ സംഘത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അറിയൂ. അൽഫായുടെ മകനായ ജെയിംസിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. അവൻ്റെ പിതാവിൻ്റെ പേര് അൽഫയൂസ് എന്നായിരുന്നു. മത്തായിയുടെ പിതാവിൻ്റെ പേരും അൽഫായി എന്നായിരുന്നു. അതുകൊണ്ട് അവർ സഹോദരങ്ങളായിരിക്കാം, അല്ലായിരിക്കാം എന്നൊരു വാദം നിലവിലുണ്ട്. തദായിയെക്കുറിച്ചുള്ള ഏക വിവരം അവനൊരു അപ്പോസ്തലനായിരുന്നു എന്നുള്ളത് മാത്രമാണ്. കനാന്യക്കാരനായ ഷീമോൻ എരിവുകാരനായ ഷീമോൻ എന്നും അറിയപ്പെട്ടിരുന്നു. യൂദാസ് ഇസ്കരിയോത്ത രാജ്യദ്രോഹിയാണ്. അവൻ തൂങ്ങി മരിച്ചു. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പദവിയിൽ നിന്ന് അവനെ മാറ്റി നിർത്തി. അൽഫായുടെ മകൻ യാക്കോബിനെ AD 62 കല്ലെറിഞ്ഞു കൊന്നു എന്ന് പാരമ്പര്യം പറയുന്നു. എന്നാൽ ഹെഗസിപ്പാസ് പറയുന്നത് AD 66 അദ്ദേഹത്തെ ചവിട്ടിക്കൊന്നു എന്നാണ്. തദായൂസ് പേർഷ്യയിൽ രക്തസാക്ഷിത്വം വരിച്ചതായി പറയുന്നു. അമ്പുകളാൽ അവൻ മുറിവേറ്റു മരിച്ചു എന്നും പറയുന്നു. എരിവുകാരനായ ഷീമോൻ ക്രൂശിക്കപ്പെട്ടു എന്ന് പാരമ്പര്യം പറയുന്നു. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മരിക്കുന്നതിന് മുൻപ് AD 33 യൂദാസ് തൂങ്ങി മരിച്ചിരുന്നു. ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ മരണമാണ് യൂദായുടെ മരണം. ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യരെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ നമുക്ക് അറിയൂ എന്നത് അതിശയകരമാണ്. ദൈവം അവരെ ഒരുക്കിയിരുന്നു. പാപികളെ രക്ഷിക്കാൻ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന തൻ്റെ സുവാർത്ത ലോകത്തെ അറിയിക്കുവാൻ ദൈവം അവരെ ശക്തമായി ഉപയോഗിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും പാപമോചനം സൗജന്യമെന്ന സുവാർത്ത എല്ലാവർക്കും കേൾക്കാൻ ഈ മനുഷ്യർ തങ്ങളുടെ ജീവൻ നൽകി മരിച്ചു.